സ്റ്റാർ ആവാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? സ്റ്റാർ ഡിസംബർ മാസത്തെ പൂർണ്ണ സൗന്ദര്യത്തിലേക്ക് എത്തിക്കുന്നത് സ്റ്റാറുകളാണ്. ക്രിസ്മസ് ആയി എന്ന് നമ്മെ അറിയിക്കുന്ന സ്റ്റാറുകൾ. എന്നാൽ ജീവിതത്തിൽ സ്റ്റാറുകളാകാൻ എന്താണ് നാം ചെയ്യുക? അതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ. ഒരിക്കൽ ജോർജ് സീബോൾട്ട് എന്ന് പറയുന്ന ഒരു സാധാരണ സീ ലെവൽ ലോഡ്ജ് ജീവനക്കാരൻ തൻ്റെ ലോഡ്ജിൽ ഇരുന്നു കൊണ്ട് കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പോസ്റ്റ്മാൻ വാതിൽക്കൽ വന്നിട്ട് പറയുകയാണ്, ജോർജ് സീബോൾട്ടാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, താങ്കൾക്ക് ഒരു പോസ്റ്റുണ്ട്. അദ്ദേഹത്തിന് അതിശയം തോന്നി. അനാഥനായ എനിക്ക് കത്തെഴുതാൻ ആരാണുള്ളത്? എങ്കിലും ആകാംക്ഷയോടെ അയാൾ ഓടിച്ചെന്ന് പോസ്റ്റ് വാങ്ങി പൊട്ടിച്ചു വായിച്ചപ്പോൾ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ വാൽഡോർഫ് അസ്റ്റോറിയയിൽ മാനേജറായി താങ്കളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററായിരുന്നു അത്. അദ്ദേഹം അമ്പരപ്പോടെ നിൽക്കുന്നത് കണ്ട് തൻ്റെ കൂടെയുള്ള ജീവനക്കാർ വന്ന് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കാര്യം അദ്ദേഹം വിക്കി പറഞ്ഞെങ്കിലും കൂടെയുള്ളവർ പറഞ്ഞു, ഇയാളെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും. എങ്കിലും ആ ദിവസം വന്നെത്തിയപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലുള്ള ആ വാൽഡോർഫ് അസ്റ്റോറിയ ഹോട്ടലിലേക്ക് കടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. അന്ന് പ്രഭാതത്തിൽ അദ്ദേഹം തനിക്കുള്ളതിൽ വെച്ച് ഭേദപ്പെട്ട വസ്ത്രം തേച്ച് ധരിച്ച് ന്യൂയോർക്കിലെ ആ വലിയ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. കൊട്ടാര സമാനമായ ആകാശമുട്ടം ഉയർന്നു നിൽക്കുന്ന ആ ഹോട്ടലിന് മുൻപിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അദ്ദേഹത്തോട് സെക്യൂരിറ്റി ചോദിച്ചു ആരാണെന്ന്. ഈ അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുത്തപ്പോൾ സെക്യൂരിറ്റി അദ്ദേഹത്തെ അകത്തേക്ക് ആനയിച്ചു. അദ്ദേഹം കടന്നു വരുന്നത് കണ്ടപ്പോൾ അകത്തുനിന്ന് ജീവനക്കാർ ഓടി വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും മാനേജർ കസാരയിൽ കൊണ്ടുചെന്ന് ഇരുത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. ജോർജ് സാധാരണയിൽ സാധാരണക്കാരനാണ്. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അമ്പരന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുറിയെ നോക്ക് ചെയ്തുകൊണ്ട് ഒരു വൃദ്ധൻ കടന്നു വരികയാണ്. വൃദ്ധൻ കടന്നു വന്ന് അയാളെ തന്നെ സ്വയമേ പരിചയപ്പെടുത്തി, ഞാൻ ജോൺ ജേക്കബ് ആസ്റ്റർ, ഈ ഹോട്ടലിൻ്റെ ഉടമയാണ്. ഇദ്ദേഹത്തെ കണ്ട ഉടനെ ജോർജ് പറഞ്ഞു, താങ്കളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വൃദ്ധനായ ആ മനുഷ്യൻ ഓർമ്മിപ്പിച്ചു, ഓർത്തു നോക്കൂ, ശക്തിയായ കാറ്റും മഴയുമുള്ള ആ രാത്രിയിൽ നമ്മൾ തമ്മിൽ കണ്ടിരുന്നു എന്ന്. അതെ, ജോർജ് പെട്ടെന്ന് ഓർക്കുകയാണ് ആ സംഭവം. ശക്തിയായ കാറ്റും മഴയും ഉള്ള ആ രാത്രിയിൽ വൃദ്ധ ദമ്പതിമാർ ഈ സീ ലെവൽ ലോഡ്ജിലേക്ക് വരികയാണ്. അവിടേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, തങ്ങളുടെ കാറ് കേടായി എന്നും രാത്രി നേരം വെളുക്കുന്നത് വരെ തങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്നും. ക്രിസ്മസ് സീസൺ ആയതിനാൽ ലോഡ്ജിൽ സ്ഥലമുണ്ടായിരുന്നില്ല. ആരും അവിടെ കിടക്കാൻ ആർക്കും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവരുടെ സങ്കടം കണ്ടപ്പോൾ ജോർജ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, വലിയ സൗകര്യമൊന്നുമില്ലെങ്കിലും അല്പസമയം ഇരുന്നാൽ ഞാനൊരു മുറി തരപ്പെടുത്തി തരാം. വൃദ്ധ ദമ്പതിമാർ സമ്മതിച്ചു. അദ്ദേഹം വിരിച്ചൊരുക്കി കൊടുത്തത് തനിക്ക് ജീവനക്കാരന് അനുവദിച്ചിരുന്ന ആ ഒരു കൊച്ചുമുറിയായിരുന്നു. വലിയ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും വളരെ അടുക്കും ചിട്ടയുമുള്ള ആ മുറിയിൽ ആ വൃദ്ധ ദമ്പതിമാർ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേ പ്രഭാതത്തിൽ അവരുണർന്നു വരുമ്പോൾ തന്നെ ഒരു വർക്ക്ഷോപ്പുകാരനെയും വിളിച്ചു നിർത്തിയിരുന്നു ഈ ജോർജ് എന്ന് പറയുന്ന ആ ജീവനക്കാരൻ. പിറ്റേ പ്രഭാതത്തിൽ ഈ ജോർജിൻ്റെ കൂടെ സഹായത്താൽ വർക്ക്ഷോപ്പുകാരൻ ആ കാറ് നന്നാക്കി ഇവരെ യാത്രയാക്കുകയും ചെയ്തു. ഇത്രയുമായിരുന്നു ആ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ രാത്രിയിൽ വിറച്ച് തണുത്ത് നനഞ്ഞ് കയറി വന്ന ഏതോ 2 പേർക്ക് തനിക്ക് പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അഭയം നൽകുവാൻ ഈ സാധാരണക്കാരന് സാധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ അത് മാറ്റി മറിക്കുകയായിരുന്നു. ഇത് ഒരു കെട്ടുകഥയല്ല, റിയൽ ലൈഫ് സ്റ്റോറിയാണ്. മാനേജ്മെൻറ്റ് തിയറിയിലെ വാൽഡ്രോഫ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ടായത് തന്നെ ഈ മാനേജറായിരിക്കുന്ന ഈ ജോൺ ജേക്കബ് ആസ്റ്റർ തൻ്റെ ജീവനക്കാരന് കൊടുത്ത ആ വലിയ പ്രതിഫലത്തെ ആസ്പദമാക്കിയാണ് വാൽഡ്രോഫ് പ്രിൻസിപ്പിൾ തന്നെ മാനേജ്മെൻറ്റ് തിയറിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് സ്റ്റാർ ആവാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിച്ച് ഓടി നടക്കുമ്പോൾ ജീവിതത്തിലെ
പ്രതിഫലം മോഹിക്കാത്ത ചെറുതും വലുതുമായ ഏത് കാര്യത്തിനും പ്രതിഫലം നമ്മെ തേടി വരുമെന്നുള്ള ഈ നല്ല വിശ്വാസവും നല്ല അനുഭവവും നമ്മൾ ജീവിതത്തിൽ പഠിക്കുമ്പോഴാണ് നാം ചെയ്തു കൊടുക്കുന്ന നന്മകൾക്ക് ഇരട്ടിയായ പ്രതിഫലം കടന്നു വരുന്നത്. അതുപോലെ തന്നെ ജോൺ ജേക്കബ് ആസ്റ്റർ താൻ സ്വീകരിച്ച ആ വലിയ നന്മയ്ക്ക് ഇരട്ടിയായ ഒരു സാധാരണക്കാരന് പ്രതിഫലം കൊടുത്തപ്പോഴാണ് ഒരു വലിയ മനസ്സിന് ഉടമയാകുന്നത്. ഈ ക്രിസ്മസിൻ്റെ ഈ നല്ല ദിവസങ്ങളിൽ പ്രതിഫലം മോഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് പ്രതിഫലം മോഹിക്കാതെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ ഇടയിൽ വസിച്ച ദൈവപുത്രൻ്റെ മുഖച്ഛായയുള്ളവർ നാമും ആയിത്തീരുന്നത്. എല്ലാവർക്കും മനോഹരമായ ക്രിസ്മസ് ഉണ്ടാകുവാൻ, മറ്റുള്ളവരിൽ നന്മ കാണുവാൻ, മറ്റുള്ളവർക്ക് പ്രതിഫലം മോഹിക്കാതെ നന്മ ചെയ്യുവാൻ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നന്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായി തിരികെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നല്ല ക്രിസ്മസ് നമ്മളിലും ഉണ്ടാകുന്നത്. നമുക്കുമാകാം ക്രിസ്മസിൽ ഒരു സ്റ്റാർ. നന്ദി.